റോഷിപാൽ, അതല്ലേ നമ്മുടെ ചോദ്യം? നമ്മൾ സെക്രട്ടറിക്ക് കത്ത് കൊടുത്തോ? നമ്മൾ പരാതിയായിട്ട് ഇത് സമർപ്പിച്ചോ? നിയമപ്രകാരം ഈ നിമിഷം നമുക്ക് ഈ 97-ാമത്തെ പേജ് മുതൽ 107 പേജ് വരെ ലഭിക്കേണ്ടതാണ്, ലഭിക്കാനുള്ള അവകാശമുണ്ട്. ശരിയല്ലേ റോഷി? അരുൺകുമാർ, ഇക്കാര്യത്തിൽ ഒരു സംശയവുമില്ല. കാരണം കഴിഞ്ഞ മാസം 24-നാണ് ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഭാഗികമായി ഞാനുൾപ്പെടെ അപേക്ഷ നൽകിയ മാധ്യമപ്രവർത്തകർക്ക് നൽകാനുള്ള തീരുമാനം സാംസ്കാരിക വകുപ്പ് എടുക്കുകയും അത് രേഖാമൂലം അറിയിക്കുകയും ചെയ്തത്. അതും സംസ്ഥാന വിവരാവകാശ കമ്മീഷണർ ഡോക്ടർ എ അബ്ദുൽ ഹക്കീമിൻ്റെ ഉത്തരവ് പ്രകാരമാണ് ആ ഒരു റിപ്പോർട്ടിൻ്റെ ഭാഗികമായ പകർപ്പ് പുറത്തുവിടാൻ നിർബന്ധിതമായതും. പക്ഷേ അന്ന് ഈ പകർപ്പ് പുറത്തുവിടുമ്പോൾ ഏതൊക്കെ പാരഗ്രാഫുകൾ, ഏതൊക്കെ പേജുകൾ ഒഴിവാക്കുന്നുവെന്ന് കൃത്യമായി സാംസ്കാരിക വകുപ്പ് ചൂണ്ടിക്കാട്ടിയിരുന്നു, അത് രേഖാമൂലം. പക്ഷേ 24-ന് അന്ന് ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിൻ്റെ ഇടപെടൽ വന്നപ്പോൾ അന്ന് ഈ റിപ്പോർട്ടിൻ്റെ പകർപ്പ് നമുക്ക് ലഭ്യമായില്ല. പിന്നീട് ഹൈക്കോടതി ഈ റിപ്പോർട്ടിൻ്റെ പകർപ്പ് പുറത്തുവിടാൻ നിർദ്ദേശം നൽകി സാംസ്കാരിക വകുപ്പിന്. ആ ഘട്ടത്തിൽ വീണ്ടും തൊട്ടടുത്ത ശനിയാഴ്ച റിപ്പോർട്ട് വാങ്ങാൻ നമ്മൾ സെക്രട്ടേറിയറ്റിലേക്ക് പോകുമ്പോൾ അവിടെ വീണ്ടും നിയമ തടസ്സമില്ലാതെ മറ്റൊരു തടസ്സം അവിടെ ഉണ്ടാക്കുന്നു. പിന്നീട് കഴിഞ്ഞ ദിവസം ഹൈക്കോടതി എല്ലാ രീതിയിലും നിയമ തടസ്സമില്ലെന്ന് വ്യക്തമാകുന്ന ഒരു സാഹചര്യത്തിൽ 2:30-യോടെ നമ്മൾ ഏറ്റുവാങ്ങിയ, തിങ്കളാഴ്ച 2:30-യോടെ ഏറ്റുവാങ്ങിയ ആ പകർപ്പിൽ 233 പേജാണ് നമ്മളോട് പറഞ്ഞത് തരുമെന്ന്. അതിനൊപ്പം ഏതൊക്കെ പാരഗ്രാഫുകൾ വെട്ടിമാറ്റുമെന്ന് പറഞ്ഞു, ഏതൊക്കെ പേജുകൾ വെട്ടിമാറ്റുമെന്ന് പറഞ്ഞു. എന്ത് കാരണത്താലാണ് അത് വെട്ടിമാറ്റുന്നതെന്ന് കൃത്യമായി ഈ കാര്യം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ രേഖപ്പെടുത്തിയതിന് പുറമെ വെട്ടിമാറ്റുമെന്ന് പറയാത്ത 10 പാരഗ്രാഫുകൾ, അത് 97 മുതൽ 107 വരെയാണ് ഒഴിവാക്കിയത്. 5 പേജുകളാണ് ഒഴിവാക്കിയത്. ഇത് കൃത്യമായി അത് ചട്ടലംഘനമാണ്. 2005-ലെ വിവരാവകാശ നിയമത്തിൻ്റെ പൂർണ്ണമായ ലംഘനമാണ് ഉണ്ടായിരിക്കുന്നത്. കാരണം സംസ്ഥാന വിവരാവകാശ കമ്മീഷണർ തന്നെ കൃത്യമായി ഉത്തരവിൽ പറയുന്നുണ്ട് ഏതൊക്കെ പാരഗ്രാഫുകൾ, ഏതൊക്കെ പേജുകൾ ഒഴിവാക്കുന്നുവെന്ന് അപേക്ഷ നൽകിയവരെ കൃത്യമായി രേഖാമൂലം അറിയിക്കണമെന്ന്. അത് അറിയിച്ചിട്ടില്ല. അറിയിക്കാതെ എന്തിനാണ് അവസാന ഘട്ടത്തിൽ ഈ 10 പാരഗ്രാഫുകൾ ഒഴിവാക്കിയത്? ആരെ രക്ഷിക്കാനാണ്, ആരുടെ മുഖം രക്ഷിക്കാനാണ് ഈ പ്രവർത്തനം സാംസ്കാരികാര്യ വകുപ്പിൻ്റെ ഭാഗത്തുനിന്നുണ്ടായത് എന്ന ചോദ്യമാണ് അരുൺകുമാർ ഉയർത്തുന്നത്. ഇത് കൃത്യമാണ്, ഇത് നമ്മൾക്ക് അവകാശപ്പെട്ടതാണ്, പൊതുസമൂഹത്തിന് അവകാശപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ ഈ കാര്യത്തിൽ നമ്മൾ വിട്ടുവീഴ്ചയില്ലാത്ത സമീപനമുണ്ടാകും. കാരണം ഇടയ്ക്ക് നിയമ തടസ്സമല്ലാത്ത ഒരു സാഹചര്യത്തിൽ റിപ്പോർട്ട് പുറത്തുവിടാതിരുന്ന സർക്കാർ 97-ാമത്തെ പാരഗ്രാഫ് മുതൽ 107-ാമത്തെ പാരഗ്രാഫ് വരെ വിവരാവകാശ നിയമപ്രകാരം വിവരാവകാശ കമ്മീഷണറും സ്റ്റേറ്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറും ഉത്തരവിട്ടതിനു ശേഷം എന്തുകൊണ്ട് നമുക്ക് തരാതെ പൂഴ്ത്തിവെച്ചു എന്ന ചോദ്യം വളരെ പ്രസക്തമാണ്. ഈ മണിക്കൂർ ആ ചോദ്യം തന്നെയാണ് റിപ്പോർട്ടർ ചോദിക്കുന്നത്. എവിടെയാണ് സാർ ആ 10 ഖണ്ഡികകൾ? ആ 10 ഖണ്ഡികകളിൽ ഉള്ള ഭാഗങ്ങൾ നിങ്ങൾ ആരെ ഭയന്നാണ് ഞങ്ങൾക്ക് അടക്കം മാധ്യമപ്രവർത്തകർക്ക് നൽകാതെ പൂഴ്ത്തിവെച്ചത് എന്ന ചോദ്യം പ്രധാനപ്പെട്ടതാണ്.